അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മൗലിദാഘോഷം സെമിനാറിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ള വിഷയം മീലാദ് ഹദീസുകളുടെ സാക്ഷ്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് ഹദീസുകളിലൂടെ നാം ഒരു പര്യടനം നടത്തി കഴിഞ്ഞാൽ ഹദീസുകളിൽ അതിന് പിൻബലമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ ജന്മദിനത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ദാലിക യൗമുൻ വുലിതു ഫീഹി. ആ ദിവസം എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ഒരു തിങ്കളാഴ്ച രാവിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകി എന്ന കാരണം കൊണ്ട് വർഷത്തിലെ മുഴുവൻ തിങ്കളാഴ്ചകൾക്കും പ്രത്യേകതയുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ആ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ തിങ്കളാഴ്ചക്ക് മാത്രമല്ല പ്രത്യേകത. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി തആല അൻഹു മഹാനവറുകൾ പറയുന്നു, അഷാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇലാ ഫളീലത്തി ഹാദാ ശഹ്റിൽ അളീം. ഈ മാസത്തിന്റെ പ്രത്യേകതയിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാറത്താക്കുന്നുണ്ട്. ഫഖാല അലൈഹിസ്സലാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദാലിക യൗമുൻ വുലിതു ഫീഹി. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ തന്റെ അൽ മദ്ഖൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നു, ഫതശ്രീഫു ഹാദൽ യൗം. ഈ ദിവസത്തിനുള്ള ഷറഫ്, ഈ ദിവസത്തിനുള്ള പ്രത്യേകത മുതളമ്മിനുൻ ലിതശ്രീഫി ഹാദാ ശഹ്റിൽ ലദീ വുലിദ ഫീഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ മാസത്തിലുള്ള എല്ലാ ദിവസങ്ങൾക്കും ഈ പ്രത്യേകത ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി തആല അൻഹു തന്റെ മദ്ഖലിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇങ്ങനെ ഈ ഹദീസിലൂടെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കളുടെ ജന്മദിന ദിവസങ്ങൾക്ക് പ്രത്യേകത ലഭിച്ചത് നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ ഒരുപാട് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അൻഹു റിപ്പോർട്ട് ചെയ്ത 1411 നമ്പർ ഹദീസ്, ആ ഹദീസിലൂടെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോ അവിടെ പറയുന്നുണ്ട്, ഫീഹി ഖുലിക ആദം. ആ ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് മൊത്തം മഹത്വമുണ്ട് എന്ന് ഈ ഹദീസിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരു അനുഗ്രഹം നൽകുമ്പോ നമുക്കൊരു യാതൊരുവിധ സംശയവുമില്ല, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെ ഈ അനുഗ്രഹം ലഭിക്കുമ്പോൾ നാം സന്തോഷിക്കേണ്ടതുണ്ടോ? പരിശുദ്ധമായ ഹദീസിലൂടെ നാം പരിശോധിക്കുമ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു ജൂതനായ ആള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ള ഒരായത്ത്, ആ ആയത്ത് ഞങ്ങൾക്കെങ്ങാനും ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ പെരുന്നാളാക്കുമായിരുന്നു, ആഘോഷമാക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജൂതനായ മനുഷ്യനോട് ചോദിച്ചു, ഏതാണ് ആ ആയത്ത്? അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്താണെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ആ ദിവസം ഞങ്ങൾക്കറിയാം, അന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്. ഇതിനെ വിശദീകരിച്ചു
വിശദീകരിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞതിനെ വിശദീകരിച്ചു റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി തആല അൻഹു അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ആ ദിവസത്തിന് ഞങ്ങൾ പെരുന്നാളാക്കാറുണ്ട്, ഈദാക്കാറുണ്ട്. ഫീ കുല്ലി സന, എല്ലാ മാസവും എല്ലാ വർഷവും ഞങ്ങൾ ആ ദിവസം വരുമ്പോൾ ആഘോഷിക്കാറുണ്ട്. എന്തേ കാരണം? അവിടെയാണ് നാം പരിശോധിക്കേണ്ടത്. ലിഇളമി മാ ഹസല ഫീഹി മിൻ ഇക്മാലിദ്ദീൻ, ദീൻ പൂർത്തിയാക്കുക എന്ന അതിമഹത്തായ കാര്യം സംഭവിച്ചത് ആ ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനാഘോഷിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അതിമഹത്തമായ ആ കാര്യം നമുക്ക് നൽകിയ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം ആഘോഷിക്കാം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആഘോഷിക്കാൻ പറ്റുമെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം 1865 നമ്പറായ ഹദീസ്. അതിലതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയപ്പോ ജൂതന്മാരൊക്കെ നോമ്പനുഷ്ഠിച്ചത് കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ഈ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹുൻ, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുവിഹിം. അല്ലാഹു സുബ്ഹാനഹു തആല ബനു ഇസ്രായേലിന്റെ അദുവിൽ നിന്ന്, ശത്രുവിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഫസ്വാമഹു മൂസ, ആ ദിവസം മൂസ നബി നോമ്പനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്. ഈ ഹദീസ് വന്നപ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി മഹാനവറുകൾ പറയുകയാണ്, ഫയുസ്തഫാദു മിൻഹു ഫീ ശുക്രില്ലാ അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്താഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മ. ഒരു നിഅമത്ത് കരസ്ഥമാവലാവട്ടെ, ഒരു നിഖ്മത്ത്, ഒരു ബുദ്ധിമുട്ടിനെ, ഒരു അദാബിനെ നീക്കം ചെയ്യലാവട്ടെ, ഏതാണെങ്കിലും ശരി, ഒരു നിശ്ചിത ദിവസം അനുഗ്രഹം ലഭിച്ചാൽ ആ നിശ്ചിത ദിവസം അതിന് നന്ദി പ്രകടിപ്പിക്കണം എന്നതിനേക്ക് ഈ ഹദീസ് രേഖയാണ് എന്നും മാത്രമല്ല വയുആദു ദാലിക, ഇതേ നന്ദി പ്രകടനം ആവർത്തിക്കണം. ഫീ നദീരി ദാലിക്കൽ യൗമി മിൻ കുല്ലി സന, എല്ലാ വർഷവും ആ ദിവസം വരുമ്പോൾ നന്ദി പ്രകടനം ആവർത്തിക്കണമെന്നും എന്നതിനും ഈ ഹദീസ് രേഖയാണ് എന്ന് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി തആല അൻഹു തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ അതിനെ വിശദീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിവാവുക, അവിടുന്ന് നമുക്ക് പൂജാതനാവുക എന്നതിനേക്കാളും വലിയ നിഅമത്ത് എന്താണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, ആ ദിവസം തന്നെ ആഘോഷത്തിന് വേണ്ടി തെരഞ്ഞെടുക്കൽ അത്യാവശ്യമാണ്. ആ റബീഉൽ അവ്വൽ 12 ആ ദിവസത്തിനെ തന്നെ തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ആ മാസത്തിലുള്ള ഏത് ദിവസവും സന്തോഷം പ്രകടിപ്പിക്കാൻ തെരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഹദീസുകൾ നാം പരിശോധിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് പ്രത്യേകതയുണ്ട് എന്നും ആ ജന്മദിനം നമ്മൾ ആഘോഷിക്കേണ്ടതാണ് എന്നും അതിന് നന്ദി പ്രകടനം കാണിക്കണമെന്നും ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം തബറാനി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ബഅദ മാ ബുഇസ നബിയ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നബിയായി നിയോഗിച്ചതിന് ശേഷം അവിടുന്ന് സ്വന്തം ശരീഅത്തിനെ തൊട്ട് അറിവ് നടത്തി എന്ന് ബഹുമാനപ്പെട്ട ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് കാണാൻ കഴിയും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട ഹാഫിദ് സുയൂത്തി അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഖദ് ലഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖർ. നബിദിനാഘോഷത്തിന് മറ്റൊരു തെളിവ് കൂടി കിട്ടിയിരിക്കുകയാണ്. അതെന്താണ്? ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അഖൻ നഫ്സിഹി ബഅദൻ നുബുവ. നബി തങ്ങൾ അറവ് നടത്തി എന്നുള്ള ആ ഹദീസാണ്. ഏതോടുകൂടെ ആ അറവ് നടത്തിയത് അതൊരിക്കലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖീഖത്ത് അറുത്തതല്ല. എന്തുകൊണ്ടല്ല? അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ അൻഹു ഫീ സാബിഇ വിലാദതിഹി. അബ്ദുൽ മുത്തലിബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ 7ാമത്തെ ദിവസം അഖീഖത്ത് നിർവഹിച്ചിട്ടുണ്ട്. വൽ അഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ. അഖീഖത്ത് എന്ന് പറയുന്നത് 2ാമത് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നതല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു അറവ് നടത്തിയത്? ഫയുഹ്മലു ദാലിക അലാ ഇൻ അന്നല്ലദീ ഫഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽഹാറുൽ ലിശ്ശുക്രി അലാ ഈജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചതിലുള്ള നന്ദി പ്രകടനമായിട്ടാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ട ഹാഫിദ് സുയൂത്തി റഹ്മത്തുള്ളാഹി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, വതശരീഉൽ ഉമ്മത്തിഹി. അവിടുത്തെ ഉമ്മത്തിന് ശർആക്കാൻ വേണ്ടിയുമാണ്, അവിടുത്തെ ഉമ്മത്തിന് നബിദിനാഘോഷം നടത്താൻ വേണ്ടിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം തന്നെ അവിടുത്തെ മേൽ അവിടുന്ന് അറവ് നടത്തിയിട്ട് അവിടുത്തെ ജനിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിനെ കാണിച്ചു തന്നത്. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ് ഇൽഹാറുശ് ശുക്രി ബിമൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. എങ്ങനെയാ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ബില്ലിജ്തിമായി, സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടാകാം. വഇത്ആമി തുആം, ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാകാം. വനഹ്വി ദാലിക മിൻ വുജൂഹിൽ ഖുർബാത്ത് വഇൽഹാരിൽ മസറാത്ത്, സന്തോഷമുണ്ടാക്കുന്ന അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കുന്ന ഏത് കാര്യങ്ങളെ കൊണ്ടും അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ അത് മുഅ്മിനായ മനുഷ്യന് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് സുയൂത്തി അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. 4711 നമ്പർ ഹദീസായിട്ട് ധരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അറിഞ്ഞപ്പോ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അബൂലഹബ് തന്റെ അടിമയെ മോചിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഫലമ്മാ മാത അബൂലഹബ് മരണപ്പെട്ടപ്പോ ഉരിയഹു ബഅദു അഹ്ലിഹി ബിശർരി ഹിബത്തിൻ, വളരെ മോശമായ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആള് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചത്? എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ? എന്തൊക്കെയാണ്? അദ്ദേഹം പറഞ്ഞു, ലം യൽക ബഅദകും, നിങ്ങളുടെ ശേഷം എനിക്ക് അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം എനിക്ക് നല്ലൊരവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, എനിക്കെല്ലാ മാസവും എല്ലാ തിങ്കളാഴ്ച ദിവസവും എനിക്ക് എന്റെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്. സുവൈബയെ മോചിപ്പിച്ച കാരണം കൊണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തി, വദാലിക അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വുലിദ യൗമ ഇസ്നൈൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ടത് അത് തിങ്കളാഴ്ച ദിവസമാണ്. വകാനത്ത് സുവൈബത്തു ബശറത്ത് അബാലഹബ്, അബൂലഹബിനെ ഈ സന്തോഷം സുവൈബത്ത് അറിയിച്ചിരുന്നു. ബിമൗലിദിഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായിട്ടുണ്ട്, അവിടുന്ന് ജനിച്ചിട്ടുണ്ട് എന്ന സന്തോഷം അറിയിച്ചപ്പോൾ അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചു. ആ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും
അദ്ദേഹത്തിന്റെ ശിക്ഷയിലുള്ള ഇളവ് കിട്ടുന്നത് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിൾ ശംസുദ്ദീൻ ദിമശ്കി തങ്ങള് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു, ഖദ് സ്വഹ അന്ന അബാ ലഹബ് യുഖഫഫു അൻഹു അദാബൻ നാർ ഫീ മിസ്ലി യൗമിൽ ഇസ്നൈൻ. തിങ്കളാഴ്ച ദിവസം അബൂ ലഹബിന് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എന്നത് സ്വഹീഹായ റിപ്പോർട്ട് വന്നതാണ്. എന്തേ കാരണം? സുവൈബയെ മോചിപ്പിച്ചതിന് വേണ്ടിയാണ്. ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി സുറൂറൻ ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ടാണ് ആ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇദാ കാന ഹാദാ കാഫിറുൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഉ ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫ അൻഹു ലിസ്സുറൂരി ബിഅഹ്മദ. അദ്ദേഹം പറയുന്നു, പരിശുദ്ധ ഖുർആൻ ഇരു കരങ്ങളും നശിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ, നരകത്തിൽ ഖാലിദാണ്, നിത്യമായിട്ടും നരകത്തിലുള്ളവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അബൂ ലഹബിന് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും അവനിക്ക് ഇതിലും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത്തരം ഹദീസിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിൽ സന്തോഷം പ്രകടിപ്പിക്കല്, അവിടുത്തെ ജന്മദിനം കൊണ്ട് നന്ദി പ്രകടനം നടത്തല്, അവിടുന്ന് കൊണ്ട് സന്തോഷിക്കല്, അത് ഹദീസിന്റെ പിൻബലമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇനി മീലാദ് പരിപാടിയിൽ നമ്മൾ നടത്തുന്ന മറ്റൊരു കാര്യമാണ് അവിടുത്തെ മദ്ഹ് പറയുക എന്നുള്ളത്. അവിടുത്തെ മദ്ഹ് പാടുക എന്നുള്ളത് ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് സ്വഹാബത്ത് പാടിയതായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് 1155 നമ്പർ ഹദീസിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടിയത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യല്ലഉ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി. പള്ളിയിൽ ഒരു മിംബർ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനിക്ക് ഹബീബായ നബി തങ്ങളെ മദ്ഹ് പറയാൻ വേണ്ടി നിർമ്മിച്ചു കൊടുത്തിരുന്നു. അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത് ശിർക്കാണ്, ബിദ്അത്താണ്, തെറ്റാണ്, നിർത്തി പോകണമെന്നല്ല. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തേക്ക് ദുആ ചെയ്തു കൊടുക്കുന്നു, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാൻ ബിറൂഹിൽ ഖുദ്സ് മാ നാഫഖ ഔ ഫാഖറ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മദ്ഹ് പറയുന്ന കാലത്തോളം, അവിടത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല റൂഹുൽ ഖുദ്സ് കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് ഹസ്സാന് ശക്തി പകരട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനെ കൊള്ള ഇറങ്ങുന്ന സമയത്ത് സ്വഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് അമ്പിയാക്കളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ അമ്പിയാക്കളുടെയും മദ്ഹ് ഇങ്ങനെ പറയാണ്, ഇന്നല്ലാഹ അത്തഖദ ഇബ്രാഹീമ ഖലീല. ഒരാൾ പറയുന്നു ഇബ്രാഹിം നബിനെ അല്ലാഹു ഖലീലാക്കിയിട്ടുണ്ട്, മറ്റാൾ പറയുന്നു മൂസാ കല്ലമഹുല്ലാഹു തക്ലീമ, മറ്റൊരാൾ പറയുന്നു ഫഈസാ കലിമത്തുല്ലാഹി വറൂഹു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്നുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുകയാണ്. ഇതെല്ലാം കേട്ടതിന്റെ ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കൊള്ള വെളിവായി. എന്നിട്ട് പറഞ്ഞു, ഖദ് സമിഅതു കലാമക്കും, നിങ്ങളുടെ സംസാരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ അത്ഭുതം കൂറൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊന്നും പാടില്ല, ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കളുടെ മദ്ഹ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുന്നതിന് പകരം ഹബീബായ നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അലാ വ അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലാ ഫഖ്റ, അതുപോലെ തന്നെ അന ഹാമിലു ലിവാഹുൽ ഹംദ് യൗമൽ ഖിയാമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അന അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫഇൻ യൗമൽ ഖിയാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം മദ്ഹ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിലൂടെ സ്വഹാബത്ത് മറ്റു അമ്പിയാക്കളുടെ മൗലിദ് ഓതിയപ്പോ അതിനൊക്കെ ശരി വെച്ചുകൊണ്ട് സ്വന്തം മദ്ഹ്, സ്വന്തം മൗലിദ് അവരെ കൊണ്ട് ഓതിപ്പിക്കുന്നു, ഓതാൻ വേണ്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി എന്ന് പറഞ്ഞുകൊണ്ട് മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് പാടിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്തത്? അശാറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികുമ്മിഹി ഇലൽ ഖൽഖ്, അവിടത്തെ കൈ കൊണ്ട് ആളുകളിലേക്ക് ഇങ്ങനെ ഇശാറത്താക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ പാടുന്ന അതിമനോഹരമായ പദ്യങ്ങൾ, ഹബീബായ നബി തങ്ങളുടെ മദ്ഹുകൾ കേൾക്കാൻ വേണ്ടി ആ സദസ്സിലേക്ക് വരാൻ മറ്റുള്ളവരെ കൈകൊണ്ട് മാടി വിളിച്ചു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത്തരം ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാമെന്നും അവിടുത്തെ മദ്ഹ് പറയാമെന്നും നമുക്ക് വ്യക്തമാവുകയാണ്. അതുപോലെ തന്നെ മൗലിദാഘോഷത്തിൽ നാം നടത്തുന്ന മറ്റൊരു പരിപാടിയാണ് ഭക്ഷണ വിതരണം നടത്തുക എന്നുള്ളത്. മദ്ഹോദിയിട്ട് മൗലിദ് ചൊല്ലിയിട്ട് ഭക്ഷണ വിതരണം നടത്തുക എന്നുള്ളത് ഇതിനും ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് തെളിവ് കണ്ടെത്താൻ കഴിയും. സ്വഹീഹുൽ ബുഖാരിയുടെ 3607 നമ്പർ ഹദീസ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ പറയും, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ, അവളെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് പറയുമായിരുന്നു. തീർന്നില്ല, മദ്ഹ് പറയുകയും ചെയ്യും. വറുബ്ബമാ ദബഹ ശാത്ത്, ചില സമയങ്ങളിൽ ആടിനറുക്കുമായിരുന്നു. ആടിനറുത്തുകൊണ്ട് സുമ്മ യുഖത്തിഉഹാ അഅ്ലാ, അതിനെ കഷ്ണങ്ങളായി നുറുക്കിയിട്ട് സുമ്മ യബ്അസുഹാ ഇലാ സദാഇഖി ഖദീജ, ഖദീജ ബീവിയുടെ കൂട്ടുകാരിലേക്ക് കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് തന്നെ നാളിതുവരെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയല്, അവിടുത്തെ മേൽ ഭക്ഷണ വിതരണം ചെയ്യല്, അവിടുത്തെ മേൽ സന്തോഷം പ്രകടിപ്പിക്കല്, അതുപോലെ തന്നെ അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ട് സന്തോഷ പ്രകടനം നടത്തല്, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ഹദീസിന്റെ പിൻബലമുള്ളതാണ്. ഇതിനപ്പുറത്തുള്ള മുഴുവൻ വാദങ്ങളും അത് അബദ്ധജടിലമാണ്. അത് ഖുർആനും ഹദീസും തിരിയാത്തത് കൊണ്ട് ആരോ തെറ്റിദ്ധരിച്ച തെറ്റിദ്ധാരണകളാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ റബ്ബ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഉത്തമരായ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.